കണ്ട ഞാൻ നോക്കിയില്ല. കാണിച്ചുതരാം. വിവാഹം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് ധ്യാനിനെ തന്നെ വേണമെന്നുള്ളത് എങ്ങനെയാണ് തീരുമാനിച്ചത്? ഞാനല്ലാതെ ആരും ചെയ്യില്ല. നോടാണെങ്കിൽ കേൾക്കാൻ നല്ല രസമുണ്ട്. എന്തുകൊണ്ട് കറക്റ്റ് ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിലും ബെസ്റ്റ് ആയിട്ട് നമുക്ക് വേറെ ആളെ കിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ ധ്യാനം എന്നുള്ള മനസ്സിൽ കണ്ടുകൊണ്ടാണോ കഥ എഴുതിയത്? അങ്ങനൊന്നുമില്ല, ഞാൻ ആരും മനസ്സിൽ കണ്ട് എഴുതാറില്ല. അവൻ ആദ്യം കണ്ട അവനെയാ. മോനെ സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. അത് ആദ്യമേ നല്ലൊരു സാധനം അവനെ എഴുതി വെച്ച് ഏത് വണ്ടന്മാര് ചെയ്താലും കുഴപ്പമില്ല. എന്താ ഉറക്കം വരുന്നു. എന്റെ വീക്ക്നെസ് ഡാഷ് ആണ്. പറഞ്ഞോ? ഇന്റർവ്യൂ അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. എന്നോട് ഭാര്യ മിക്കവാറും പറയാറുള്ളത്, പക്ഷെ ഞാൻ ചെയ്യാത്തതുമായ ഒരു കാര്യം ഡാഷാണ്. ഇതുപോലെ ഇന്റർവ്യൂ കൊടുത്ത് ബായ് തോന്നുന്നു വിളിച്ചു പറയുന്നത്. ഈ ഇന്റർവ്യൂ കഴിയുമ്പോ ഇപ്പൊ പലപ്പോഴും എന്നോട് ആൾക്കാർ ചോദിക്കുന്ന വീണ ധ്യാനം തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടോ? കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണല്ലോ സംസാരിക്കുന്നതെന്ന്. അതുകൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, എനിക്ക് വയ്യ. ആൾക്കാരോട് ആൾക്കാർ കണ്ടുവരുന്ന ആൾക്കാർക്ക് അറിയാലോ, നമ്മളെ ഒരു താല്പര്യം ഇല്ലെന്ന് അറിയാലോ. നല്ല സുഹൃത്തുക്കളാണ്. അതുകൊണ്ടല്ലേ ധ്യാന്റെ ഒരു സിനിമയിൽ അഭിനയിപ്പിച്ചില്ലേ? അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ആ സിനിമയിൽ അനീഷേട്ടനും ഉണ്ടായിരുന്നില്ലേ? എനിക്ക് 1 മിനിറ്റ് റോളാണ് മൊത്തം തന്നിരുന്നത്. എന്നിട്ട് അത് കണ്ട് ധ്യാൻ 15 സെക്കൻഡാക്കി വെട്ടി ചുരുക്കി കേട്ടാ. എന്നിട്ട് എന്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാവരും ഉത്തരവാദിത്വം ഞാനല്ല, ഞാനാ. എന്നോട് പറഞ്ഞു അതൊന്നും വേണ്ട. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഇനി ധ്യാൻ ഒരു സിനിമ സംവിധാനം ചെയ്യുകയാണെങ്കിൽ ഈ 3 പേരിൽ ആരെ വിളിക്കും? നിന്നെ വിളിക്കും. പരിചയത്തിലുള്ളൊരു സൈക്കോ നീയാ. നല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? നിങ്ങൾക്കൊക്കെ അങ്ങനെയാണെങ്കിൽ സന്തോഷിക്കാൻ ഒരു വക പറയട്ടെ. എന്നെ ആദ്യമായി ഒരു സിനിമയിൽ അഭിനയിപ്പിച്ചു, 5 പൈസ തന്നില്ല. എന്റെ അമ്മേ, എനിക്ക് ചിരിക്കാൻ വയ്യ. അത് ആരാന്നും കൂടെ ചോദിക്കേ. ഈ നടുക്കിരിക്കണം. അതിന് നീ ഇങ്ങോട്ട് തരണം. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.